ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കലാകായികമേള കലാവിസ്മയ 2025 സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ മുൻ അംഗം ഷാഹിദ കമാൽ ഉദ്ഘാടനം ചെയ്തു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കലാകായികമേള കലാവിസ്മയം 2025 സംഘടിപ്പിച്ചു. മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വേദിയിൽ വന്ന് അവരുടെ കലാപരമായ സർവ്വവാസനകളെ ഓമനയമ്മ അവിടെ നിന്ന് കൈ കാണിക്കുകയാണ്. വലിയ സന്തോഷം ഓമനയമ്മേ. കാരണം ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിരാശ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇനിയും എന്റെ സർഗവാസനകളെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവതരിപ്പിക്കുവാനും ഉള്ള വേദി ഒരുക്കി തരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഭക്തരമായിട്ടുള്ള പവൻ നിറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് പവനനാഥൻ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പിതാവാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പേരിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്നു, അല്ലെ? പത്തരമാറ്റ് പവനാണ്, പഞ്ചായത്തിന്റെ പിതാവ് എന്ന നിലയിൽ നാഥൻ കൂടിയാണ്. അപ്പൊ ഭവനനാഥൻ എന്ന പവനൻ എന്ന വാക്കിനെയും നാഥൻ എന്ന വാക്കിനെയും അക്ഷരാർത്ഥത്തിൽ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനെ തന്റെ കൈവെള്ളയിൽ കൊണ്ടുപോയി ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളും സന്തോഷവും അറിഞ്ഞ് അദ്ദേഹം നിൽക്കുന്നു. ഇവിടെ ഭിന്നശേഷി കലാമേള നടത്തുന്നുണ്ട്, കുട്ടികളുടെ കലാമേള. ഇപ്പം ഏറ്റവും അവസാനം ഞാൻ ഒരുപാട് പഞ്ചായത്തുകളിൽ ഇതുപോലെ അതിഥിയായി പങ്കെടുക്കാറുണ്ട്. പക്ഷെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു കലാപരിപാടി ഈ കലാവിസ്മയം എന്ന പേരിൽ നടപ്പിലാക്കി കാണുന്നത് പക്ഷേ ഈ ദേവികുളങ്ങര പഞ്ചായത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അധ്യക്ഷനായി. ഇന്ന് വരെ സ്റ്റേജിൽ കയറാത്ത പലരും സ്റ്റേജിലേക്ക് കയറി പരിപാടി നടത്തിയിട്ടുണ്ട്. നല്ല തരത്തിലാണ് ഡാൻസ് ഒക്കെ ഒത്തിരി കലാവിന്റെ നല്ല തരത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചത്. തിരുവാതിര എല്ലാം ഒത്തിരി അതിനൊക്കെ ഒത്തിരി പൈസ ചെലവാകുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. അപ്പം അതിനുവേണ്ടി നമ്മുടെ ആൾക്കാരെല്ലാം നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി നമ്മുടെ സൂപ്പർവൈസർ ധന്യശാല ഈ വർഷമാണ് നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത്. അതിന് ശേഷം മൂന്നാമത്തെ പരിപാടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തത്. 3 പരിപാടിയും ഗംഭീരമായിരുന്നു. വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ പങ്കാളിത്തം ഏകദേശം 350 പേരാണ്. 350 പേരാണ് ഇവിടെ ഇന്നിവിടെ പങ്കെടുത്തത്. അത് ഈ 3 പരിപാടിയും ധന്യസ്ഥാന തരത്തിൽ നടന്നു. അതിനുവേണ്ടി അവരോടൊപ്പം എന്ന് പറയുന്നത് 1 ലക്ഷം ടീച്ചർമാരും ഹെൽപ്പർമാരും. അത് നമുക്ക് ഏറെ വലിയ പ്രശംസ അറിയിക്കുകയാണ്. മാസ്റ്റർ മുഹമ്മദ് യാസിൻ മുഖ്യാതിഥിയായി. ലീന രാജു സ്വാഗതം പറഞ്ഞു. എസ് രേഖ, രജനി ബിജു, മിനി മോഹൻ ബാബു, ഇ ശ്രീദേവി, ആർ രാജേഷ്, രാധാകൃഷ്ണൻ, പി സ്വാമിനാഥ്, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത കെ, ചിത്രലേഖ, സി ബീന, ബി ജെ പോൾ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ടി ധന്യ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.